പാലക്കാട് കോട്ടായിയിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിനെ ചൊല്ലിയുള്ള തർക്കം ഇനിയും അവസാനിച്ചിട്ടില്ല. കെട്ടിടത്തിന്റെ അവകാശം ആർക്കെന്ന് സ്ഥാപിക്കാൻ ഇരുകൂട്ടരും കയ്യാങ്കളിയോളം എത്തി. ഒടുവിൽ പ്രശ്നപരിഹാരത്തിന് ജില്ലാ ഭരണകൂടം തന്നെ ഇടപെട്ടു. എന്നാൽ ഇതിനിടെ ശരിക്കും വലഞ്ഞുപോയത് ഇവിടെ എത്തിയ പോലീസുകാരും മാധ്യമപ്രവർത്തകരുമാണ്. ക്യാമറാമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാലക്കാട് കോട്ടായിലെ ഈ ഒറ്റമുറി ഓഫീസ് കെട്ടിടം ജില്ലയിലെ കോൺഗ്രസിനും CPIM-നും ഇന്നും പ്രധാന തർക്ക വിഷയമാണ്. മണ്ഡലം പ്രസിഡന്റായിരുന്ന കെ മോഹൻകുമാർ പാർട്ടി മാറി CPIM-ൽ എത്തിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. മോഹൻകുമാറിന്റെ പേരിൽ വാടക കരാർ എഴുതിയ കെട്ടിടം ഏറ്റെടുക്കാൻ CPIM ശ്രമിച്ചു. കോൺഗ്രസ് ഇത് എതിർത്തു. വാക്ക് തർക്കവും കയ്യാങ്കളിയും, എന്തിനേറെ ലാത്തി ചാർജ് വരെ എത്തി തർക്കം. കഴിഞ്ഞ 2 ദിവസങ്ങളിലുണ്ടായ സംഘർഷങ്ങൾക്ക് ശേഷം തർക്കം പരിഹരിക്കാൻ ഇന്നലെ ജില്ലാ ഭരണകൂടവും പോലീസും ഇടപെട്ടു. RDOയുടെ നേതൃത്വത്തിലാണ് ഇതിനായി ചർച്ചകൾ നടന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ധാരണയായ തിങ്കളാഴ്ച രാത്രി മുതൽ നല്ല ഒന്നാം തരം പോസ്റ്റായിരുന്നു കോട്ടായിൽ ഡ്യൂട്ടിക്കെത്തിയ പോലീസുകാരും മാധ്യമപ്രവർത്തകരും. RDOയുടെയും പാർട്ടി പ്രവർത്തകരുടെയും തീരുമാനം കാത്ത് ഒരു ദിവസം മുഴുവനും വീർപ്പുമുട്ടിയാണ് പലരും തള്ളി നീക്കിയത്. പെരുമഴയും ചാറ്റൽ മഴയും മാറി മാറിയെത്തി. മഴയത്ത് കോൺഗ്രസുകാർ കെട്ടിയ സമരപ്പന്തലിലും പാർട്ടി ഓഫീസിലും സമീപത്തെ പീടിക വരാന്തകളിലും പലരും കയറി നിന്നു. പുലർച്ചെ മുതലുള്ള കാത്തിരിപ്പ് മണിക്കൂറുകൾ നീണ്ടിട്ടും തീരുമാനമായില്ല. പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും എത്തിയവർ ഇതിനിടയിൽ വന്ന് കാര്യം നടത്തി പിരിഞ്ഞുപോയി. എന്നിട്ടും കോട്ടായിൽ ഡ്യൂട്ടിക്കെത്തിയവരുടെ സ്ഥിതിയിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഒടുവിൽ രാത്രി 7 മണിയോടുകൂടി RDO നടത്തിയ ചർച്ചയുടെ തീരുമാനമെത്തി. കെട്ടിടം ആർക്കും വിട്ടുകൊടുക്കാനാവില്ല. ഇരു പാർട്ടികളും നിയമത്തിന്റെ വഴിയെ പോകും. തർക്കവും തുടരും. പോലീസുകാരുടെ കാവലും മാധ്യമപ്രവർത്തകരുടെ കാത്തിരിപ്പും തുടരും. അപ്പോൾ ഇനി ഈ ഒറ്റമുറി കെട്ടിടത്തിന്റെ കാര്യത്തിൽ കോടതി തീരുമാനമാകും വരെ കാത്തിരിക്കാം. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യും? വല്ലാത്തൊരു വലച്ചില് തന്നെ. ന്യൂസ് മലയാളം, പാലക്കാട്.